പാച്ചാ, നമുക്കിന്ന് ശ്രീദേവിയുടെ ഇല്ലം വരെ ഒന്ന് പോണം. ശരിയേ, അങ്ങോട്ടൊന്ന് പോയിട്ട്. ഓ ശരി തിരുമേനി. ദാ ആ ചാക്കുകെട്ട് താണകെട്ട് എടുത്തോളൂ. ശ്രീദേവി അവളുടെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം കെട്ടിവെച്ചിരിക്കുന്നതാ. അയ്യോ, ഇത് ചുമന്ന എന്റെ കഴുത്തൊടിയും. ഈ ചാക്ക് കണ്ടാ തോന്നും ആ തള്ള അവിടെ പട്ടിണിയിലാണെന്ന്. എന്താ തിരുമേനി, തമ്പുരാട്ടിയുടെ അമ്മയ്ക്ക് ദീനം വല്ലതും ആണോ? ഹൈ, അങ്ങനെ ദീനൊന്നുമില്ല, പിന്നെ കേൾവി കുറവാ, അത്രേ ഉള്ളൂ. ഹൈ, ആരാത്? വരിക, ഇങ്ങോട്ട് വരിക. ഇതെന്താപ്പം ഇങ്ങനൊരു വരവ്? ഞാൻ കരുതി ഈ വഴിയൊക്കെ മറന്നു. വരണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷേ തിരക്കായതുകൊണ്ടേ ഒരു രക്ഷയില്ല. ആട്ടെ, ദീനൊന്നുമില്ലാലോ അല്ലേ? അച്ഛനോ? അച്ഛൻ ഇപ്പം കടയിലേക്ക് അങ്ങോട്ട് പോയതാ, ഇപ്പൊ വരും. ഇതെന്താ ചക്കാന്ന് പറയുമ്പോ തേങ്ങാന്നാണല്ലോ കേക്കണത്. ഇപ്പം തന്നെ അങ്ങോട്ട് പോകണമെന്നോ എന്ന് പറഞ്ഞാ പറ്റില്ല. ഊണൊക്കെ കഴിഞ്ഞ് സാവധാനം പോയാ മതി. കൃഷ്ണ ഭഗവാനെ, ചുറ്റിയില്ലോ. താനെപ്പം വന്നു? അച്ഛാ, ഈ അമ്മയ്ക്ക് തീരെ ചെവി കേൾക്കണില്ല. ഉടനെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം. എന്ന് പറഞ്ഞ എങ്ങനെയാ? പശുവിനെ വിൽക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് നീ ഇപ്പൊ വിൽക്കണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നത്? ഹൈ, ഔ, നടന്ന് തളർന്നു പാച്ചാ. ആ കുടം കിട്ട് നന്നായിട്ട് പിടിക്കുക. വെയില് കൊള്ളണുണ്ട്. മുത്തുകൊടയും പിടിച്ച് പോകാൻ ഇയാളൊരു മഹാരാജാവോ? കുടവയറൻ തിരുമേനി. പാച്ചാ, ഈ ആണ്ടിലെ ഓണത്തിന് മറയിൽ കഥകളി അങ്ങോട്ട് നടത്തണം. വെടിപ്പായിട്ട് നമുക്ക് അങ്ങോട്ട് കഥകളി കാണാം. എന്താ? കന്നൽ കണ്ണി മൗലികരത്ന കലികാരൂപം ധരിച്ചാധരാൽ പൊന്നിൻ മലയണിഞ്ഞു. അസലായിരിക്കണോ ലേ പാച്ചൻ? ഈ മണ്ടൻ നമ്പൂതിരിയുടെ പുറകെ നടന്ന് എന്റെ ജീവിതം തീരുന്ന ലക്ഷണമാണ്. ഇതാ ഈ വരുന്ന വാഹനത്തിന് തൊട്ടു പിന്നാലെ വമ്പിച്ച കൂട്ടയോട്ട മത്സരം ഇതാ കടന്നു വരുന്നു. ഒന്നാം സമ്മാനം 1 പവൻ നൽകുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വൻ കൂട്ടയോട്ട മത്സരം ഇതാ കടന്നു വരുന്നു. പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക. ഒന്നാം സമ്മാനം 1 പവൻ നൽകുന്നു. ഹൈ പാച്ച, ഇതെന്തിനാ ഇവരിങ്ങനെ ഓടണത്? അപ്പൊ തിരുമേനി കേട്ടില്ലേ? ഇതേ ഓട്ട മത്സരമാ. ഒന്നാമതെത്തുവനെ 1 പവനാ സമ്മാനം. ഹൈ, അത് നോമ്പും കേട്ടിരിക്കണു. കേൾക്കാണ്ടിരിക്കാൻ നോമിന്റെ ചെവി പൊട്ടിയിട്ടൊന്നുമില്ല. അതല്ല നോം ചോദിച്ചത്. സമ്മാനം ഒന്നാമതെത്തുന്നവന് മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവന്മാരൊക്കെ എന്തിനാ വെറുതെ ഓടണത്? കഷ്ടം ശുംഭന്മാർ.